ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. കഴിഞ്ഞ സൺഡേ നമ്മളെല്ലാവരും കൂടി അബുദാബിയിലേക്കായിരുന്നു പോയത്. അപ്പോൾ അബുദാബിയിൽ പെങ്ങൾ വന്നിട്ടുണ്ട് അതിന് വിസിറ്റിങ്ങിന്. അപ്പോൾ ഓറ് മോൻ്റെ കൂടെ അബുദാബിയിൽ നിൽക്കുന്നത്. അപ്പോൾ കുറേ നാളായി നമ്മൾ വിചാരിക്കുന്നുണ്ട് അവിടെ വരെ ഒന്ന് പോകണമെന്നുള്ള. മരുമക്കളെല്ലാം ഉണ്ട്, എല്ലാവരെയും ഒന്ന് കാണാൻ. എന്താ ചെയ്യുക, ഓരോ വീക്കെൻഡും ഓരോ തിരക്കായിരിക്കും. അപ്പോൾ അവിടം വരെ എത്തുന്നില്ലേനു. അപ്പോൾ പെങ്ങൾ വന്നപ്പോൾ എന്തായാലും ഒന്ന് പോയി കാണണമല്ലോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞിട്ടേനും ഇറങ്ങി. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്നതിനും നെല്ലറയിൽ കയറി നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു ചപ്പാത്തി നല്ലൊരു ചായയും കുടിച്ചു. ചായ വിട്ടിട്ടൊരു കളിയില്ലല്ലോ. അങ്ങനെ നമ്മളിത് ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. പിന്നെ നേരെ അബുദാബിയിലേക്ക് എത്താനായി. അങ്ങനെ നമ്മളവിടെ എത്തി. നമ്മളെ കൂടെ മരുവനും ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ, നാട്ടിൽ നിന്ന് വന്ന് പോനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കുറേ വർത്താനെല്ലാം പറഞ്ഞ് ചിരിച്ച് കുറച്ചെല്ലാം ഉറങ്ങി. അങ്ങനെ അവിടെ എത്തി. അപ്പം വരുമ്പോൾ ഉള്ള ആ ഒരു വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലേനു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പെങ്ങൾ നമുക്ക് ചായയും കല്ലുമ്മക്കായ് വെച്ചതും ഇറച്ചിപ്പത്തിലും ക്യാരറ്റ് പോളയും അങ്ങനെ എന്തെല്ലോ കടിയെല്ലാം ഉണ്ടാക്കിക്കേനു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മോറെല്ലാം റെഡിയാക്കി വെച്ചിന്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായ എല്ലാം കുടിച്ച് കുറേ നാട്ടിലെ വർത്താനെല്ലാം പറഞ്ഞ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങനെ അവരൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തന്നെ വേറൊരു മരോളം ഉണ്ട്. അപ്പോൾ അബുദാബിയിൽ വന്ന സ്ഥിതിക്ക് അവിടെയുള്ള എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഓളെടുത്തെത്തിയപ്പോൾ ഓളും നല്ല കുടിക്കാനും പിന്നെ ഷവർമയെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ തിന്നിട്ട് വയറെല്ലാം ഫുള്ളായതുകൊണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞത് പാർസലെടുക്കാം, വണ്ടിയിൽ നിന്ന് ഡിന്നറായിട്ടെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓളെ റൂമിൽ നമ്മൾ ആദ്യമായിട്ട് പോകാം കേട്ടോ. കുറേ അബുദാബിയിലൊന്നും പോയിട്ട് തന്നെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് NYUവിലേക്കാണ്, അബുദാബി കോളേജിലേക്ക്. പെങ്ങളെ മോൾ അവിടെ പഠിക്കുന്നുണ്ടായിന്. ഒരു 3 years ആയി ഓൾ അവിടെ. പക്ഷെ എന്താ പറയുക, നമുക്ക് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മളെപ്പോൾ ഇറങ്ങുമ്പോൾ വെക്കേഷനായിട്ട് ഓൾ നാട്ടിലായിരിക്കും. അങ്ങനെ അവിടെ കോളേജിലൊന്നും കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. പെങ്ങളും കൂടെ ഉണ്ടായിനേന്. അവിടെ എത്തിയപ്പോൾ പിന്നെ മരുമോൾ വന്ന് എന്താ പറയുക കോളേജിൽ നമ്മളെ നടന്ന് കാണിച്ചു. എല്ലാം കണ്ട് നല്ല അടിപൊളി കോളേജായിരുന്നു, കാണേണ്ടത് തന്നെ. അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ എന്താ കൂടുതൽ അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ പുറത്തൊന്നും എടുത്തിട്ടില്ല. രാത്രി അതിനോണ്ട് പുറത്തങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ളിൽ നിന്ന് കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് പിന്നെ എല്ലാം ഒന്ന് കണ്ട്. പിന്നെ ഓള് എന്താ പറയുക എന്തെല്ലാം കുടിക്കാനെല്ലാം വാങ്ങിച്ച് അങ്ങനെ ജ്യൂസും ഇതെല്ലാം ഓർഡർ ചെയ്ത് അതെല്ലാം കുടിച്ച് ഫുള്ള് കോളേജൊന്ന് നടന്ന് കാണുമായിരുന്നു. ക്ലാസ് റൂമും സ്വിമ്മിങ് പൂളും ലൈബ്രറിയും അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിന്. അവിടെ നിന്ന് ഇങ്ങനെ കുടിക്കാനെല്ലാം കുടിച്ചപ്പോൾ തന്നെ പിന്നെ എല്ലാവർക്കും വയറ് ഫുള്ളായി. ഡിന്നറിനൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയിട്ടൊന്ന് കിടന്നാൽ മതി എന്നായി. പിന്നെ ഇതാ ഉള്ള റൂം. നല്ല വ്യൂ, നല്ല രസമുണ്ടായിരുന്നു ശരിക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒന്നും കണ്ടു തീർത്തിട്ടില്ല, ലേറ്റ് ആയതുകൊണ്ടും. പിന്നെ എല്ലാവരും ടയേർഡായി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പെങ്ങളിന് മോൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവാൻ അബുദാബിയിൽ. അപ്പോൾ അടുത്ത സാറ്റർഡേ ഇൻഷാ അല്ലാഹ് നമ്മളെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പെങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതും എന്താ പറയുക പെങ്ങളുമായിട്ടുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും വീഡിയോസെല്ലാം മുഴുവനായിട്ട് കാണാം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇതൊക്കെയായിരുന്നു വീക്കെൻഡിലെ ഒരു സൺഡേ അങ്ങനെ അങ്ങ് പോയി. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പെങ്ങളുമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഇനി ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.